Good morning. Good morning, ma'am. Okay, good morning, ma'am. Maria, Priya, Ishma, Firosia. Good morning, sir. Okay, good morning, Isha. Navya. First now. Good morning. നാരായണ ഫിറോസിയുടെ കുഞ്ഞാവ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നല്ലേ പഠിക്കാനായിട്ട്. അതെ ഓക്കെ ഓക്കെ പ്രീത. ശരി ഓക്കെ സാധാരണ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. പിന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് തുടങ്ങാണ്ട് ഓക്കെ തുടങ്ങിയല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4th മൊഡ്യൂളിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഇതിനകത്ത് നിങ്ങൾക്കൊരു 43ഓളം മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ പഠിക്കാനുണ്ട് കേട്ടോ. 43 മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ പഠിക്കാനായിട്ടുണ്ട്. കുറെയൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്, കുറേതല്ല മിക്കവാറും മെജോറിറ്റി ഓഫ് എക്യുപ്മെന്റ്സുകൾ നമുക്കറിയാവുന്നത്, നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ എക്യുപ്മെന്റ്സ് ആണ്. 1-2 മാത്രമാണ് നമുക്ക് അധികം അത്ര ഫെമിലിയർ അല്ലാത്തത് കേട്ടോ. ബാക്കി എല്ലാതും നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കാം. മെഡിക്കൽ അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെഫിനിറ്റ് പർപ്പസ് അറ്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ഓർ റീഹാബിലിറ്റേഷൻ ഫോളോയിങ് ഡിസീസ് ഇൻ ഇഞ്ചുറി. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്? മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് നമുക്ക് പറയാം. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്തരം മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. രോഗനിർണയത്തിന് യൂസ് ചെയ്യുന്നത് അല്ലെ, ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ പരിക്കേൽക്കുന്നൊക്കെ പേഷ്യൻസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ അപ്പാരറ്റസ് അഥവാ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളെ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ക്യാൻ ബി ഐദർ യൂസ്ഡ് സിംഗിളി ഓർ ഇൻ കൺജോയിന്റ്ലി വിത്ത് എനി ആക്സസറി കൺസ്യൂമബിൾ ഓർ അതർ പീസ് ഓഫ് മെഡിക്കൽ അപ്പാരറ്റസ്. അപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സ് ചിലതൊക്കെ നമ്മൾ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. മറ്റു ചിലത് നമ്മൾ മറ്റുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ഭാഗമായിട്ട്, അതിന്റെ പാർട്ടായിട്ട്, അതിനോടൊപ്പം അതിനോട് കൺജോയിന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ കേട്ടോ. ചില എക്യുപ്മെന്റ്സുകൾ ഒറ്റയ്ക്കായിട്ട് സിംഗിൾ ആയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യും. ചിലത് മറ്റു പല വലിയ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഒരു കമ്പോണന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ കൺജോയിന്റ് ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ. അപ്പൊ നമുക്കൊരു 43ഓളം മെഡിക്കൽ എക്യുപ്മെന്റുകൾ പഠിക്കാനുണ്ട്. എളുപ്പമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ മെഡിക്കൽ എക്യുപ്മെന്റ് പരിചയിക്കണം. ഫസ്റ്റ് വൺ ഡീഫിബ്രിലേറ്റർ ആണ്. എന്താണ് ഡീഫിബ്രിലേറ്റർ? ഡീഫിബ്രിലേറ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആംബുലൻസ് സർവീസിലും പിന്നെ നമ്മൾ പല ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചു പോയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ, ഡീഫിബ്രിലേറ്റർ. എന്താണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പിക്ചർ കാണാം, നോക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ശ്രദ്ധിക്കാം. Defibrillators are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കറക്റ്റ് ആരുടെ ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. Defibrillators are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. അതായത് നമ്മൾ ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ സാധാരണഗതിയിലേക്ക് ആ ഹൃദയമിടിപ്പ് തിരികെ കൊണ്ടുവരുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ഹാർട്ടിലേക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഒരു ഇലക്ട്രിക് ഷോക്ക് ആണ് കൊടുക്കുന്നത്. ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു സാധാരണ ഹൃദയമിടിപ്പ് തിരികെ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന എക്യുപ്മെന്റ് ഉപകരണമാണ്
defibrillator എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ various types of defibrillators work in different ways. പലതരത്തിലുള്ള ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ അതില് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡിഫിബ്രിലേറ്റർ നമ്മൾ പല ചാപ്റ്ററിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്താണത്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ അഥവാ AED. AED പഠിച്ചതാണ് നിങ്ങൾ. അതിന്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് which are commonly created in many public spaces are used to save the lives of people who experience the cardiac arrest. പലതരത്തിലുള്ള ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. AED ഒരു കോമൺ ആയിട്ടുള്ളതാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിഫിബ്രിലേറ്റർ ആണ് AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. അത് കൂടുതലും പബ്ലിക് സ്പേസിലൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ചെറുപ്പനെ കണ്ടിട്ടുണ്ടാവും ഈ ജിമ്മ്, അതുപോലെ മാളുകളൊക്കെ ഇല്ലേ, മാള്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, എല്ലായിടത്തും ഉണ്ടാവുന്നില്ല, അങ്ങനെയുള്ള പബ്ലിക് സ്പേസിലൊക്കെ കാണുന്ന വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിഫിബ്രിലേറ്റർ ആണ് കേട്ടോ AED എന്ന് പറയുന്നത്. പിന്നെ പല ടൈപ്പ് ഉണ്ട്. ICD എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതായത് ഇംപ്ലാന്റബിൾ കാർഡിയോവേർട്ടർ ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, വിയറബിൾ കാർഡിയോവേർട്ടർ ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, മാനുവൽ ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതില് ഏറ്റവും കോമൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പബ്ലിക് സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിഫിബ്രിലേറ്റർ ആണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന് പറയും. സാധാരണ പബ്ലിക് സ്പേസിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് എമർജൻസി ഒക്കെ വരുന്ന സിറ്റുവേഷൻ, പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റ് പോലെയൊക്കെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. നമ്മൾ സിനിമയിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. സിനിമയിൽ കണ്ടിട്ടില്ലേ നിങ്ങള്? സിനിമയിൽ കണ്ടിട്ടില്ലേ? കുറെ സിനിമകളിൽ ഉണ്ടല്ലോ അത്. കുറെ സിനിമയിലൊക്കെ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് സംഭവത്തില് രണ്ട് ഇലക്ട്രോഡ് പാനലുകൾ ഉണ്ട്. ഇലക്ട്രോഡ് പാനലിനെ നെഞ്ചിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഷോക്ക് കൊടുക്കുകയാണ്. ചിലപ്പോ ഒരു ഷോക്കിലൊക്കെ എന്ത് ചെയ്യും? ഹാർട്ട് ബീറ്റ് കയറി പോലും. അതന്നെ സംഭവം രാജറാണി ഫിലിമിലുണ്ട്. നസ്രിയന് ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് വെക്കുന്നില്ലേ, അത് ഈ പറയുന്ന ഡിഫിബ്രിലേറ്റർ. ഇത് വേറെ ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട് ഈ സംഭവം. ഓക്കെ, അപ്പൊ അതിന് ഒരു ഇലക്ട്രോഡ് പാൻസ് ഉണ്ട് അല്ലെ, ഇലക്ട്രോഡ് പാൻസുകൾ ഉണ്ട്. അപ്പൊ നോക്കി അതിന്റെ ഒരു ചെറിയൊരു പിക്ചർ, അതിന്റെ ഒരു ഇത് പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? വായിക്കാൻ പറ്റില്ല, നോക്കട്ടോ. ഇലക്ട്രോഡ് വയ്ക്കാൻ പറ്റുന്നില്ല. ഇലക്ട്രോഡ് പ്ലേസ്മെന്റ് ഡയഗ്രാംസ് കേട്ടോ. യെസ്, ഇലക്ട്രോഡ് എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. കണ്ടോ? ഒരെണ്ണം നമ്മുടെ റൈറ്റ് ഷോൾഡറിന്റെ മുകളിലായിട്ട്, മറ്റൊരെണ്ണം നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിന്റെ ഭാഗത്ത്, ഏകദേശം ഹാർട്ടിന്റെ ഭാഗത്തായിട്ടാണ് ഈ ഇലക്ട്രോഡ്. ഇതാണ് ആ ഇലക്ട്രോഡ് പാനുകൾ കേട്ടോ. ഈ രണ്ട് ഇലക്ട്രോഡ് പാനുകൾ നമ്മൾ ബയർ ചെസ്റ്റിലാണ് പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മള് തുണി മാറ്റിയിട്ട് നമ്മുടെ ചെസ്റ്റിലാണ്, ബയർ ചെസ്റ്റിലാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോഡുകൾ പ്ലേസ് ചെയ്യുന്നത്. ഒരെണ്ണം നമ്മുടെ വലത്തെ ഷോൾഡറിന്റെ മുകളിലായിട്ട് ഏകദേശം, അതുപോലെ ലെഫ്റ്റ് ഷോൾഡറിന്റെ താഴെയായിട്ടാണ് നമ്മളിത് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ സ്റ്റെപ്സുകളാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ടേൺ ഓൺ AED അല്ലെ. AED നമ്മൾ അത് പവർ ഓൺ ചെയ്യുന്നു. then attach electrode pad attach ചെയ്തിട്ട് ബെയർ ചെസ്റ്റിൽ നമ്മൾ അത് വെക്കുന്നു. then AED analyzes cardiac rhythm, അതായത് cardiac rhythm, ഹാർട്ടിന്റെ rhythm അത് AED അനലൈസ് ചെയ്യുന്നു. then press the shock button. ഷോക്ക് ബട്ടൺ അതിന്റെ ചുറ്റും മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. അവരുടെ എല്ലാവരോടും റെഡിയാണോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നത്. ചിലപ്പോ ആദ്യത്തെ ഷോക്കിൽ ചിലപ്പോൾ കയറിപ്പോ, ചിലപ്പോ 1-2 തവണ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ശരിക്കും ഹാർട്ടിനെ സാധാരണ തിരികെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കിന്റെ പേരാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഓക്കെ, ക്ലിയർ? സ്ലൈഡിലെടുക്കും കേട്ടോ. അടുത്തത് നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു എക്യുപ്മെന്റ് ആണ് തെർമോമീറ്റേഴ്സ് അല്ലെ. നമ്മൾ പല ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 ടൈപ്പുകളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ഒന്ന് ഡിജിറ്റൽ തെർമോമീറ്റർ. മിക്ക ആൾക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ഉണ്ടാവും അല്ലെ. ഡിജിറ്റൽ തെർമോമീറ്റർ പിക്ചർ കണ്ടോ നിങ്ങള്? ഇത് ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്.
പിന്നെ രണ്ടാമത് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ കേട്ടോ. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ അതിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ മൂന്നാമത്തത് ഫോർ ഹെഡ് തെർമോമീറ്റേഴ്സ് ആണ്. നാലാമത്തത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. അങ്ങനെ 4 ടൈപ്പ് തെർമോമീറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് കേട്ടോ. ഡിജിറ്റൽ തെർമോമീറ്റർ ഈ ഒരു ചിത്രത്തിൽ കണ്ടതാണ് കേട്ടോ. It gives the fastest and the most accurate result. ഏറ്റവും വേഗതയും കൃത്യതയും ഉള്ള റിസൾട്ട് തരുന്ന ഒരു തെർമോമീറ്റർ ആണ് ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഏത് മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്ന ഒരു സംഭവം അല്ലെ ഡിജിറ്റൽ തെർമോമീറ്റർ. It gives the fastest and the most accurate result. വളരെ വേഗതയേറിയതും കൃത്യമുള്ളതുമായ റിസൾട്ട് തരുന്ന ഒരു തെർമോമീറ്റർ ആണ് ഡിജിറ്റൽ തെർമോമീറ്റർ. രണ്ടാമത് വരുന്നതാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ കേട്ടോ. അതിന്റെ പിക്ചർ ഇതൊന്ന് വായിച്ചിട്ട് പറയാം. അതിന് പറയുന്ന മറ്റൊരു പേര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിന് പറയുന്ന മറ്റൊരു പേരാണ് ടിംപാനിക് കാർ എന്നല്ല കേട്ടോ, ഇയർ എന്നാണ് കേട്ടോ. ഇതിനുള്ളത് സി ആയിട്ട് അവിടെ കിടക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില് തിരുത്തണം കേട്ടോ. ഇയർ എന്നാണ് കേട്ടോ. ടിംപാനിക് ഇയർ തെർമോമീറ്റേഴ്സ് മെഷർ ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഇയർ കനാൽ by the way of infrared ray technology. എല്ലാം ചെയ്തിരിക്കുകയാണോ. അതായത് പിക്ചർ കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ, പിക്ചർ കണ്ടോ? പിക്ചർ കണ്ടോ നിങ്ങള്? ഓക്കെ, ഇതാണ് ഇത് ടിംപാനിക് അഥവാ ഇയർ തെർമോമീറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇയർ കനാല്, അത് എന്തുകൊണ്ടാണ് ഇതിന്റെ പേര് ടിംപാനിക് എന്ന് പറയാൻ കാരണം? ടിംപാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ ഇയർ ഡ്രം ഉണ്ടല്ലോ, ഇയർ ഡ്രമ്മിന്റെ ആ ഇയർ ഡ്രമ്മിനെയാണ് അതിന്റെ ഒരു മെട്രെയിൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ ടിംപാനം എന്നാണ് പറയാ കേട്ടോ. ടിംപാനം. ഓക്കെ, അതിന്റെ ഇയർ കർണവടം എന്നൊക്കെ നമ്മൾ പറയും ചെയ്തത്. അതാണ് ഇയർ ഡ്രമ്മിന്റെ ആ ഒരു ലൈനിങ്, ആ ഒരു മെട്രെയിനെയാണ് നമ്മൾ ടിംപാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത്. മറ്റൊരു പേര് ഇയർ തെർമോമീറ്റർ കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ്. കാര്യം എന്താ അറിയോ? ഈ തെർമോമീറ്ററിൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉണ്ട്. IR സെൻസർ, ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉണ്ട്. അപ്പൊ ഇത് ടച്ച് ചെയ്യുന്നില്ല, നമ്മുടെ സെൻസ് ചെയ്യാണ്, സെൻസർ ഉണ്ട് ഇവിടെ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇയർ ഡ്രമ്മിൽ ടച്ച് ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ ബോഡി ഹീറ്റ്, അതായത് ഈ ഇയർ ഡ്രമ്മിൽ വിത്താനത്തിലൂടെ എന്താണ് പുറത്തേക്ക് വരുന്ന നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിനെ ഈ സെൻസറുകൾ ഉണ്ടല്ലോ അത് ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് റീഡിങ് കാണിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ടെക്നോളജി ആണ്. ഈ തെർമോമീറ്ററിനകത്ത് ഇൻഫ്രാറെഡിന്റെ സെൻസറുകൾ ഉണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് കാണിക്കുമ്പോൾ തന്നെ ഇയർ ഡ്രമ്മിന്റെ ഭാഗത്തേക്ക് കാണിക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ഹീറ്റ് അല്ലെ, ആ ഹീറ്റ് റേഡിയേഷൻ ടിംപാനത്തിൽ കൂടെ പുറത്തേക്ക് വരുന്ന നമ്മുടെ ബോഡിയുടെ ഹീറ്റ് റേഡിയേഷൻസിനെ ഈ സെൻസറുകൾ ക്യാപ്ചർ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള റീഡിങ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ടിംപാനിക് ഇയർ തെർമോമീറ്റർ. അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം? ഇത് നമുക്ക് സ്കിന്നിൽ ടച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ജസ്റ്റ് സെൻസർ ആണല്ലോ, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇത് റെഡ്യൂസസ് ദ കണ്ടാമിനേഷൻ ഓഫ് ഈ പറയുന്ന സ്കിൻ ആൻഡ് അതർ പാർട്സ് അല്ലെ. അത് കംഫർട്ടബിൾ ആണ്. നമുക്ക് വേറെ നമ്മുടെ സ്കിന്നിൽ അത് ടച്ച് ചെയ്യുന്നില്ല. പിന്നെ മാത്രമല്ല സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കണ്ടാമിനേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ഓൾറെഡി സെൻസർ ആണ്. ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ സെൻസർ ക്യാപ്ചർ ചെയ്തിട്ട് അറിയാതെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നത്. അപ്പോ ടിംപാനിക് ഇയർ തെർമോമീറ്റർ മെഷർ ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഇയർ കനാൽ. എന്താണ് ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി? ബൈ ദ വേ ഓഫ് ഇൻഫ്രാറെഡ് ടെക്നോളജി. ഓക്കെ, അടുത്തതാണ് ഫോർഹെഡ് തെർമോമീറ്റേഴ്സ്. ഈ ഫസ്റ്റ് പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് കയ്യിൽ പിടിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് പീഡിയാട്രീഷ്യൻസിന്റെ ഒക്കെ കയ്യിലുണ്ടായിരിക്കും ഈ സംഭവം ഫോർഹെഡ് തെർമോമീറ്റേഴ്സ്. ഫോർഹെഡ് തെർമോമീറ്റേഴ്സ് യൂട്ടിലൈസ് ദ ഇൻഫ്രാറെഡ് കോവിഡിന്റെ സമയത്ത് എനിക്ക് ഒരു സൈറ്റ് ഉണ്ടാവുന്നത് അല്ലെ, ഹോസ്പിറ്റലൊക്കെ ഉള്ളതാണ്. അപ്പൊ കൂടുതൽ ഇന്നത്തെ മറ്റേ ഗ്ലാസ് തെർമോമീറ്റർ ഒന്നും യൂസ് ചെയ്യൽ കുറവാണ്. ഈ ഡിജിറ്റൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ഫോർഹെഡ് ഒക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഫോർഹെഡ് തെർമോമീറ്റേഴ്സ് യൂട്ടിലൈസ് ദ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ടു മെഷർ ദ ടെമ്പറേച്ചർ. ഇവിടെ ഫോർഹെഡ് എന്ന് പറയുന്നത് നമ്മൾ നെറ്റിയുടെ ജസ്റ്റ് കാണിച്ചാൽ മതി, അപ്പൊ തന്നെ നമുക്ക് ടെമ്പറേച്ചർ കിട്ടാണ്. അതിനകത്ത് എന്തുണ്ട്? ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉണ്ട്. അത് ഈ ഒരു ബോഡി ഹീറ്റിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് റീഡിങ് കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിലും ഫോർഹെഡ് തെർമോമീറ്ററിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് ലാസ്റ്റ് പറയുന്നത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. പണ്ട് കാലത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും കൂടുതലൊക്കെ ഡിജിറ്റലും ഫോർഹെഡിലും ഒക്കെ മാറി. എങ്കിലും എന്തുണ്ട് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ ഉണ്ട് അല്ലെ, അതിനകത്ത് മെർക്കുറി ഉണ്ട്. മെർക്കുറി തെർമോമീറ്റേഴ്സ് ഗിവ് പ്രിസൈസ് ടെമ്പറേച്ചർ റീഡിങ്സ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഓറലി, റെക്ടലി ഓർ അണ്ടർ ദ മൗത്ത്. അപ്പൊ മെർക്കുറി തെർമോമീറ്റർ വളരെ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ റീഡിങ്സുകൾ കാണിക്കുന്നുണ്ട്. അത് വായിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ അണ്ടർആം അല്ലെ, അണ്ടർആമിലും ഇനി പറയുന്ന ഒരു കൊച്ചുകുട്ടികളിലൊക്കെയാണ് റെക്ടലി, മലദ്വാരം വഴിയായിട്ടും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു തെർമോമീറ്റർ ആണ് പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇതിനേക്കാളൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോർഹെഡ് തെർമോമീറ്റർ ഉണ്ട്, ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ട്, ടിമ്പാനിക് തെർമോമീറ്റർ ഉണ്ട്. ഈ ഫോർഹെഡും ടിമ്പാനിക്കും ഉപയോഗിക്കുന്നതിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്കിന്നിൽ ടച്ച് ചെയ്യുന്ന ഒരു ആവശ്യമാണ് വരുന്നില്ല. ജസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ സെൻസർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് റീഡിങ് കാണും. ഓക്കെ, പല രീതിയിലാണ് കേട്ടോ. മനസ്സിലായോ തെർമോമീറ്റേഴ്സ്? ഇത് നോക്കാം കേട്ടോ. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ പറയുന്ന മറ്റൊരു പേരാണ് ടിമ്പാനിക് തെർമോമീറ്റർ. ടിമ്പാനം എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ഡ്രമ്മിന്റെ ഒരു ലൈനിങ് ആണ്, അതുകൊണ്ടാണ് അതിന്റെ പേര് ടിമ്പാനിക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് അടുത്ത അപ്പാരറ്റസ് ആണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെ. ഇത് കണ്ടിട്ടുണ്ടല്ലോ, അതെ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് എൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മെഷർ ദ ലോസ്റ്റ് പ്രഷർ. ശരിക്കും ലോസ്റ്റ് പ്രഷർ എന്ന് വേണ്ട, പ്രഷർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ രക്തസമ്മർദ്ദം അല്ലെ, പ്രഷർ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. അത് തന്നെ BP അല്ലെ, അത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് എന്ത് ഈ പറയുന്ന BP അല്ലെ, BP അപ്പാരറ്റസ് അഥവാ BP മോണിറ്റർ എന്ന് നമുക്ക് പറയാം. ഇത് ശരിക്കുള്ള പേരെന്താണെന്നറിയോ? സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ്. ആ പേര് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അങ്ങനെ പറയണ്ട, അതിന്റെ പേരെന്താണ്? സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ് കേട്ടോ. A sphygmomanometer that includes an inflatable cover, a measuring unit, and a mechanism for inflation, which can be handled manually. അതായത് ഇതിന്റെ പേര് ശരിക്കും എന്താണ്? സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ് കേട്ടോ. ബ്ലഡ് പ്രഷർ ഗേജ് എന്ന് പറയാം, ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് മോണിറ്റർ എന്നൊക്കെ പറയാം. ഏറ്റവും നല്ല പേര് സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ്. അപ്പൊ ഇതിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ഇതിനൊരു ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഫ്, ഈ സംഭവമാണ് ഈ കഫ് എന്ന് പറയുന്നത്. അതൊരു റബ്ബർ ബ്ലാഡർ ആണ്. ശരിക്കും റബ്ബർ ബ്ലാഡർ ആണ്, ദാറ്റ് ഈസ് കവേർഡ് വിത്ത് ക്ലോത്തിങ് ദാറ്റ് റാപ്സ് അറൗണ്ട് ദ ആം. നമ്മുടെ ഈ ആമിന്റെ ഭാഗത്ത് എന്ത് ചെയ്യും? ചുറ്റി വെക്കും അല്ലെ, അതിങ്ങനെ ചുറ്റി വെക്കും. അതൊരു ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള, ഇൻഫ്ലേറ്റബിൾ മീൻസ് നമുക്ക് അതിനകത്ത് എയർ ഫ്ലൂയിഡ് ഒക്കെ നമുക്ക് ഇങ്ങനെ നിറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഞാൻ പറഞ്ഞിട്ട് റബ്ബർ ബ്ലാഡർ ആണ്, ദാറ്റ് ഈസ് കവേർഡ് വിത്ത് ക്ലോത്തിങ് കൊണ്ട് കവർ ചെയ്തിട്ടാണ്. ഇതാണ് നമ്മുടെ ഈ കഫിന്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നത്? റാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കഫ് ഉണ്ട്. ഈ കഫിന്റെ പ്രത്യേകത എന്താ വെച്ചത്? ഇൻഫ്ലേറ്റഡ് ടു പ്രഷർ, നല്ലൊരു പ്രഷറിലേക്ക് ഇതിങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ്, നമ്മുടെ ആർട്ടറി ഉണ്ടല്ലോ, ഈ ആർട്ടറിയിലൂടെ കടന്നു പോകുന്ന ആ ബ്ലഡിന്റെ ആ ബ്ലഡ് വെസൽ അവിടെയാണ്, ഈ ആമിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ കഫ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? റാപ്പ് ചെയ്യുന്നത്. ഇൻഫ്ലേറ്റഡ് കഫ് നമ്മൾ റാപ്പ് ചെയ്യുന്നത്. അപ്പോ ഇതിന് എന്തുണ്ട്? ഒരു പമ്പ് കാണും, ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു പമ്പ് ഉണ്ട്. ഇത് മാനുവലി ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ സ്ക്വീസ് ചെയ്യും അല്ലെ. അതിങ്ങനെ സ്ക്വീസ് ചെയ്യുന്ന നമുക്കറിയാം ഭയങ്കര ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യില്ലേ? അങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ആർട്ടറിയിലൂടെ കടന്നു പോകുന്ന ആ ബ്ലഡിന്റെ ഫ്ലോയിനെ ശരിക്കും പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അത്രയും അതിനെ കൺസ്ട്രക്ട് ചെയ്യും. അതിനെ സ്ക്വീസ് ചെയ്ത് നമുക്കൊരു ഭയങ്കരമായ ടൈറ്റ്നെസ് നമുക്ക് അനുഭവപ്പെടും അല്ലെ. ഇവിടെ എന്താ ചെയ്യുന്നത്? കഫ് ഈസ് ഇൻഫ്ലേറ്റഡ് ടു പ്രഷർ, നല്ലൊരു പ്രഷറിലേക്ക് അതിങ്ങനെ അവസ്ഥയാണ്. ആ ഒരു ആർട്ടറിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ, അതിലൂടെയുള്ള ബ്ലഡ് ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ കൺസ്ട്രക്ട് ചെയ്യാണ്. അതിനുശേഷം എന്ത് ചെയ്യും? പതുക്കെ റിലീസ് ചെയ്യും. അപ്പൊ നമുക്കൊരു അയവ് വരും അല്ലെ. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ നോർമൽ ബ്ലഡ് ഫ്ലോയിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ആ പ്രഷർ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സ്വിഗ്മോ മാനോമീറ്റർ ഇൻക്ലൂഡ്സ് ആൻ ഇൻഫ്ലേറ്റബിൾ കഫ്, ഇതാണ് സംഭവം. പിന്നെ മെഷറിംഗ് യൂണിറ്റ് കണ്ടോ, ഇവിടെ റീഡിംഗ് കാണിക്കുന്ന ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. അതിന്റെ മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷനുള്ള മെക്കാനിസം എന്താണ്? ഈ പമ്പാണ്, ബൾബ് പോലെ ഇരിക്കുന്ന ഒരു പമ്പാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്വീസ് ചെയ്യാനായിട്ട്
എന്താണ് നമ്മൾ പറയുന്നത്, അത് ഉപയോഗിക്കുമ്പോൾ ബലം പിടിക്കരുത്, അത് ബലം പിടിക്കരുത് എന്ന് പറയാറുണ്ട്. അതായത് നോർമലി നമ്മുടെ ആർട്ടറിയിലൂടെ പോകുന്ന ആ ഒരു ബ്ലഡിന്റെ ഫ്ലോനെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അത്ര അമർത്തും അത്. അപ്പൊ വെച്ച് നല്ലോണം പ്രസ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രഷറിലേക്ക് വരും. എന്നിട്ട് പതുക്കെ അങ്ങ് റിലീസ് ചെയ്യുമ്പോൾ നോർമൽ ഫ്ലോയിൽ അങ്ങനെയാണ് ആ പ്രഷർ അവരെ ഓക്കെ. അപ്പോ ഇറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി. ഓക്കെ, ഇതിന്റെ പേരെന്താണ്? സ്വിഗ്മോ മാനോമീറ്റർ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് യൂസ്ഡ് ടു മെഷർ ദ ബി.പി. അല്ലെ, ബി.പി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയേ, നമുക്ക് എക്യുപ്മെന്റ്സുകൾ ഓക്കെയാണോ നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്തതാണ് ലാരിങ്കോസ്കോപ്പ് കേട്ടോ. ലാരിങ്കോസ്കോപ്പ്, ലാരിങ്സ് എന്താണെന്ന് അറിയാലോ. എന്താണ് ലാരിങ്സ്? വോയിസ് ബോക്സ് ആണ് അല്ലെ, വോയിസ് ബോക്സ്. നോക്കുക, പിക്ചർ കണ്ടല്ലോ. ലാരിങ്കോസ്കോപ്പ് is to observe the larynx, a part of the throat. നമ്മുടെ തൊണ്ട അല്ലെ, നമ്മുടെ ത്രോട്ടിന്റെ ഭാഗമായിട്ടുള്ള ലാരിങ്സ് മീൻസ് നമ്മുടെ വോയിസ് ബോക്സ് ആണ്. അത് ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് ലാരിങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലാരിങ്കോസ്കോപ്പി is a medical approach that is used to get a view of the larynx. അപ്പൊ നമ്മൾ ആ എക്യുപ്മെന്റിന്റെ പേരുകൾ പറയുമ്പോൾ നമ്മൾ ലാരിങ്കോസ്കോപ്പ്, എൻഡോസ്കോപ്പ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. എക്യുപ്മെന്റിന്റെ പേരാണ് ലാരിങ്കോസ്കോപ്പ്. അങ്ങനെ ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലാരിങ്സ് ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ അപ്രോച്ചിനെ ലാരിങ്കോസ്കോപ്പി എന്നാണ് പറയുന്നത്. പ്രൊസീജിയർ നമ്മൾ എന്ത് പേര് വിളിക്കും? ലാരിങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ലാരിങ്കോസ്കോപ്പ്. അപ്പൊ ഇനി തന്നെ നമുക്ക് കിട്ടില്ലേ ലാരിങ്കോ അല്ലെ, ലാരിങ്സ് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. ഓക്കെ, അടുത്തത് എന്താണ്? ഓക്സിജൻ മാസ്ക് അല്ലെ, ഓക്സിജൻ മാസ്ക്. എന്താണ് ഓക്സിജൻ മാസ്ക്? An oxygen mask offers a method to carry breathing oxygen gas from a storage tank to the lungs. നമ്മുടെ ഓക്സിജൻ സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഓക്സിജനെ ക്യാരി ചെയ്യാനായിട്ട് സഹായിക്കുന്ന എക്യുപ്മെന്റ് ഏതാണ്? ഓക്സിജൻ മാസ്ക് ആണ് അല്ലെ, ഓക്സിജൻ മാസ്ക് ആണ്. ഓക്സിജൻ മാസ്ക് may wrap only the nose and mouth or the whole face. ചില ഓക്സിജൻ മാസ്ക് ചിലത് നമ്മുടെ ഫേസ് ഫുള്ളും കവർ ചെയ്യുന്ന തരത്തിലുള്ള ഓക്സിജൻ മാസ്കുകൾ ഉണ്ട്. ഒട്ടുമിക്ക ഓക്സിജൻ മാസ്കും നമ്മുടെ നമ്മുടെ വായനയൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ഓക്സിജൻ മാസ്കുകളായിരിക്കും. ഇനി ഇത്തരം മാസ്കുകൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ ഏതൊക്കെയാന്ന് നോക്കാം. They may be made of plastic, silicone or rubber. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്സിജൻ മാസ്ക് മെയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക്, സിലിക്കോൺ, റബ്ബർ ഇവയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സ് ആണ്. അടുത്തത് നോക്കിയേ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അഥവാ ECG. ഇതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അഥവാ ECG അല്ലെങ്കിൽ EKG എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. നോക്കിയേ, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് is the process of recording the electrical function of the heart over a period of time using electrodes which are put on the skin. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്? നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ അഥവാ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു നിശ്ചിത സമയത്തേക്കാണ്. ഒരുപാട് സമയമില്ല, ഒരു ശരിക്കും പറഞ്ഞ ഒരു എന്താണ് ഒരു certain period of time അല്ലെ, ഒരു നിശ്ചിത സമയത്തേക്ക് ഈ പറയുന്ന നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അഥവാ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ECG എന്ന് പറയുന്നത്. അപ്പൊ അതിന് ധാരാളം ഇലക്ട്രോഡുകൾ ഉണ്ട് എന്നല്ലോ. ഈ ഇലക്ട്രോഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? സ്കിന്നിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? വെയിങ് മെഷീൻ ആണ് കേട്ടോ. വെയിങ് മെഷീൻ, വെയിങ് മെഷീൻ അഥവാ നമുക്ക്
ഡിജിറ്റൽ സ്കെയിൽ ഒരു മെഷീന്റെ കൂടെ ചിത്രങ്ങൾക്ക് പിക്ചർ വരേണ്ടതാണ് അല്ലെ. ഓക്കെ, രണ്ട് തരത്തിലുള്ള വെയിങ് മെഷീൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളതുണ്ട് ഡിജിറ്റൽ വെയിങ് മെഷീൻ. ഹോസ്പിറ്റലിലൊക്കെ പോയി ഇങ്ങനെയുള്ള വെയിങ് മെഷീൻ കുറവാണ്. കൂടുതൽ എന്താണ് ഡിജിറ്റൽ ആയിട്ടുള്ള വെയിങ് മെഷീൻസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം വെയിങ് മെഷീൻ ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയാം. ഡിജിറ്റൽ സ്കെയിൽ ആണ് കൂടുതൽ ഡിജിറ്റൽ വെയിങ് മെഷീൻസുകളാണ്. ജസ്റ്റ് കയറി നിൽക്കുമ്പോൾ തന്നെ റീഡിങ് കാണിക്കുന്ന ടൈപ്പ് ഡിജിറ്റലി കാണിക്കുന്ന മെഷീൻസ് ഉണ്ട്. അപ്പൊ ഡിജിറ്റൽ സ്കെയിൽ മറ്റൊരു പേരാണ് കേട്ടോ. ഡിജിറ്റൽ സ്കെയിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ആണ്. ഇത് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊന്നാണ് അല്ലാതെ ഉള്ള നിങ്ങൾ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലൊക്കെ. അതാണ് എന്ത് ഡിജിറ്റൽ സ്കെയിൽ അഥവാ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ആണ്. Which measures many ratings that include body weight, body fat, BMI, etc. നമ്മുടെ ബോഡി വെയിറ്റ് അതുപോലെ നമ്മുടെ ബോഡി ഫാറ്റ്. BMI എന്താണെന്ന് അറിയോ? BMI എന്താണ് BMI? യെസ്, കറക്റ്റ് ആണ് കേട്ടോ. മൽഫി കറക്റ്റ് ആണ്. ബോഡി മാസ് ഇൻഡെക്സ് അല്ലെ. BMI എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ്. അതായത് നമ്മുടെ ഹൈറ്റ് വെയിറ്റ് ഉണ്ടല്ലോ, 18 കിലോഗ്രാം ഡിവൈഡഡ് ബൈ നമ്മുടെ ഹൈറ്റ് മീറ്റർ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഹൈറ്റ് നമ്മുടെ വെയിറ്റ് എത്രയാണ് നോക്കുക. വെയിറ്റ് കിലോഗ്രാമിലുള്ള നമ്മുടെ വെയിറ്റ് അതേ ഡിവൈഡഡ് ബൈ നമ്മുടെ ഹൈറ്റ് മീറ്ററിൽ നമ്മുടെ ഹൈറ്റിന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോഡി വെയിറ്റും ബോഡി ഫാറ്റ് അതുപോലെ BMI ബോഡി മാസ് ഇൻഡെക്സ് എന്നിവ ഉൾപ്പെടെയുള്ള റീഡിങ്സുകളെല്ലാം എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതാണ്? വെയിങ് മെഷീൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയാം. അടുത്തത് എന്താണ്? ട്രോളീസ് ആണ്. ട്രോളികളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, ട്രോളി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രോളികൾ ഉപയോഗിക്കുന്നത്? The objective of using trolleys in hospital is to help to move things from one place to another place without any risk. അറിയാലോ, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ സേഫ് ആയിട്ട് വേറെ റിസ്കുകളൊന്നും ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ട്രോളി എന്ന് പറയുന്നത് അല്ലെ. ഈ ട്രോളി തന്നെ പല ടൈപ്പ് ഓഫ് ട്രോളീസ് ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ ട്രോളീസ് ആണ്. ഏതൊക്കെ ട്രോളീസ് ആണ് നോക്കിയേ? ക്രാഷ് കാർട്ട് ട്രോളി, അതുപോലെ മെഡിസിൻ ട്രോളി, SS ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് ഇൻസ്ട്രുമെന്റ് ട്രോളി. അങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രോളികൾ ഉണ്ട് കേട്ടോ. ക്രാഷ് കാർട്ട് ട്രോളി നമുക്ക് ഇതിലെ തന്നെ വീട്ടിൽ പഠിക്കാനുണ്ട്. ക്രാഷ് കാർട്ട് ട്രോളി പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ക്രാഷ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതായത് എമർജൻസി ഒക്കെ വരുന്ന സിറ്റുവേഷൻ അല്ലെ. അതായത് എമർജൻസി സാഹചര്യങ്ങളിലൊക്കെ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകള് ഇൻസ്ട്രുമെന്റ്സുകള് അതൊക്കെ ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്രോളിയാണ് ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത് കേട്ടോ. മെഡിസിൻ ട്രോളി പേര് സൂചിപ്പിക്കുന്നത് പോലെ മെഡിസിൻസും മറ്റ് ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്രോളിയാണ്. SS പറഞ്ഞ വേറെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ളതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറയുമ്പോൾ ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറയുമ്പോൾ വൂണ്ട് കെയർ ഡ്രസ്സിംഗ് എക്യുപ്മെന്റ്സുകളൊക്കെ മുറിവൊക്കെ സംഭവിച്ചത് ഡ്രസ് ചെയ്യാനും മറ്റുമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ക്യാരി ചെയ്യുന്ന ഡ്രസ്സിംഗ് ട്രോളി ഉണ്ട്. അതുപോലെ ഇൻസ്ട്രുമെന്റ് ട്രോളി. ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ മറ്റും ക്യാരി ചെയ്യാനായിട്ടുള്ള അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ട്രോളി. പല ടൈപ്പ് ഓഫ് ട്രോളികള് ഉണ്ട് കേട്ടോ. അതിന്റെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. എന്താണ്? to move the things from one place to another place without any ഒരു സ്ഥലത്ത് നിന്ന് സാധനങ്ങളെ മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ട്രോളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വീൽ ചെയർ. ഓക്കെ, എന്താണ് വീൽ ചെയർ? വീൽ ചെയർ ഇസ് എ വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് അല്ലെ. വീൽഡ് ആയിട്ടുള്ള ഒരു മൂവബിൾ ഇൻസ്ട്രുമെന്റ് ആണ് വീൽ ചെയർ എന്ന് പറയുന്നത്. The instrument is moved manually. Manually means by turning the wheels by hand or via various automated systems. നമുക്കത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വീൽ ചെയറുകൾ കിട്ടുന്നുണ്ട് അല്ലെ. മാനുവൽ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് എന്ത് ചെയ്യണം? ഹാൻഡ് വീൽ അല്ലെ, ഹാൻഡ് ഉപയോഗിച്ച വീൽസ് നമ്മൾ കറക്കണം അല്ലെ. ആ രീതിയിലുള്ള വീൽ ചെയറുകൾ ഉണ്ട്. അതുകൂടാതെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വീൽ ചെയറുകളുണ്ട്. ഓക്കെ, നമ്മുടെ ബാംഗ്ലൂർ ബേസിനകത്ത് അവിടെ ഇരിക്കുന്നത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വീൽ ചെയറിലാണ് അല്ലെ. അതാണ് കേട്ടോ, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വീൽ ചെയറുകളുണ്ട്. മാനുവലി ഉപയോഗിക്കാൻ പറ്റുന്ന വീൽ ചെയർസ് ഉണ്ട്. വീൽ ചെയർസ് ആർ യൂസ്ഡ് ഫോർ ദ പീപ്പിൾ ഹു ഫീൽ walking is difficult or impossible because of illness.
ഫിസിയോളജിക്കൽ ഓർ ഫിസിക്കൽ ഇഞ്ചുറി ഓർ ഡിസേബിലിറ്റി. അറിയാലോ, ഇതിനെ വീൽ ചെയർ ഉപയോഗിക്കുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കോ വൈകല്യങ്ങളോ ഒക്കെ കൊണ്ട് ഈ പറയുന്ന പോലെ ഒരിക്കലും നടക്കാൻ പോസിബിൾ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് വീൽ ചെയർ എന്ന് പറയുന്നത്. വീൽഡ് മൂവബിൾ ഇൻസ്ട്രുമെന്റ് ഓർ മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രക്ചേഴ്സ് അല്ലെ. സ്ട്രക്ചേഴ്സ്, സ്ട്രക്ചർ അല്ല സ്ട്രക്ചർ കേട്ടോ, സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചർ എന്താണ്? A structure is an instrument used for carrying patients who need medical care. Structures are mainly used in acute and out of hospital care situations by the emergency medical services. Structure എന്തിനാണ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്? is used for carrying patients who need medical care. അല്ലെ, മെഡിക്കൽ പരിചരണങ്ങൾ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ക്യാരി ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഈ സ്ട്രക്ചറും വീൽ ചെയറും അങ്ങോട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ മാറിപ്പോകരുത് കേട്ടോ. രണ്ടും ഫീൽഡ് ആയിട്ടുള്ള മൊബിലിറ്റി മൂവബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. വീൽ ചെയർ നമ്മൾ എന്ത് പർപ്പസിനാണ്? മെയിൻ ആയിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വീൽ ചെയർ എങ്കിൽ, മെഡിക്കൽ പരിചരണം ആവശ്യമായിട്ടുള്ള ഏതൊരു പേഷ്യന്റിനെയും ക്യാരി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. Okay, structure mainly used in acute out of hospital care situation by emergency medical service. നമ്മുടെ EMS എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമായിട്ട് കൂടുതലും അത് ഹോസ്പിറ്റലിന് പുറത്തുള്ള സിവിയർ സിറ്റുവേഷൻസിലൊക്കെയാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമായിട്ടാണ് കൂടുതലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്ട്രക്ചർ ഉപയോഗിക്കും. ഹോസ്പിറ്റലിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും സ്ട്രക്ചറിന്റെ ഉപയോഗം എപ്പോഴാണ് വരുന്നത്? ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ സിറ്റുവേഷൻ. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിന് പുറത്ത് നിന്നൊക്കെ രോഗികളെയൊക്കെ നമുക്ക് കൊണ്ടുവരാനും അവരെ ക്യാരി ചെയ്യുന്നതിനുമായിട്ട് നമ്മുടെ എമർജൻസി മെഡിക്കൽ സർവീസ് ആംബുലൻസ് ഒക്കെ പോലെയുള്ള എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് വെച്ചാൽ അത് സ്ട്രക്ചർ ആണ്. ഓക്കെ, അടുത്തതാണ് എന്ത്? സക്ഷനിങ് മെഷീൻ. സക്ക് ചെയ്യാനായിട്ട് വലിച്ചെടുക്കാനായിട്ട് എടുക്കുന്ന ഒരു ഉപകരണമാണ് സക്ഷനിങ് മെഷീൻ. പിക്ചർ നോക്കുക. A suctioning machine is a movable instrument. ഇതും ഒരു മൂവബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. Used in the field of medicine for sucking liquids for sucking fluids from a person's airways and mouth. അതായത് ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ഫ്ലൂയിഡ്സുകൾ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. അതൊരു മൂവബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. That is used in the field of medicine for sucking fluids from a person's airways and mouth. അതായത് ഒരു വ്യക്തിയുടെ ശ്വാസനാളം അല്ലെങ്കിൽ മൗത്തിൽ നിന്നൊക്കെ ഫ്ലൂയിഡ്സിനെ സക്ക് ചെയ്യുന്നതിന് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിസിൻ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. 3 എക്യുപ്മെന്റുകളും ഒന്ന് വായിക്കുക കേട്ടോ. ECG തൊട്ടുള്ളത് വായിച്ചു കൊടുക്കുക. Suctioning machine. ഇതാണ് 11ാമത്തെ അല്ലെ, സക്ഷനിങ് മെഷീൻ. സക്ഷനിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ അതൊരു മൂവബിൾ ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. അതായത് നമ്മള് സക്കിയാന്ന് വെച്ചാൽ വലിച്ചെടുത്താണ്. അതായത് ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും വ്യക്തികളുടെ ശ്വാസനാളത്തിലൊക്കെ എന്തെങ്കിലും കുടുങ്ങി പോവുകയോ അങ്ങനെയൊക്കെ വരില്ലേ, അങ്ങനെ ആ ശ്വാസനാളത്തിൽ അല്ലെങ്കിൽ വായിൽ നിന്നൊക്കെ എന്തെങ്കിലും ഫ്ലൂയിഡ്സുകളൊക്കെ, പ്രത്യേകിച്ച് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബ്ലഡ് ആവാം, അതുപോലെ സ്പ്യൂട്ടം, കഫമൊക്കെ ആവാം. ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ വലിച്ചെടുക്കാനായിട്ട് അതന്നെ സ്പ്യൂട്ടം, അതന്നെ
കപ്പ ഒന്ന് വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് എടുക്കുന്ന ഒരു ഉപകരണമാണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സിറ്റുവേഷനിലൊക്കെ ഭയങ്കരമായിട്ട് കപ്പ കെട്ടിന് പുറത്തു പോവാത്ത ഒരവസ്ഥയിൽ വരുമ്പോ ഈ കപ്പ വലിച്ചൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗപ്പെടുത്താറുണ്ട് കേട്ടോ. സക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ. ക്ലിയർ ആയ അങ്ങനെ ചോദിച്ചത് ഓക്കെ ആണോ? ലാരിങ്കോസ്കോപ്പ് എന്താണ്? ലാരിങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കാതെ ലാരിങ്സ് നമ്മൾ പഠിച്ചതാണ്. വോയിസ് ബോക്സ് നമ്മുടെ ത്രോട്ടിന്റെ ഭാഗമായിട്ടുള്ള വോയിസ് ബോക്സ് ആണ് ലാരിങ്സ് എന്ന് പറയുന്നത്. ഈ ലാരിങ്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ലാരിങ്കോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വോയിസ് ബോക്സ് ത്രോട്ടിന്റെ ഇഷ്യൂ വന്നാൽ സൗണ്ടിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാല് ഡോക്ടേഴ്സ് ആ ഒരു ഭാഗം ഒബ്സർവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അറിയോ വായുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കും. ലാരിങ്കോസ്കോപ്പ് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ പേടിയാവും അല്ലെ? എക്യുപ്മെന്റ് ഉപയോഗപ്പെടുത്തുന്നതാണ് ലാരിങ്സ് കേട്ടോ. അത് ഒബ്സർവ് ലാരിങ്സ് എന്ന് പറയുന്നത് ഇസ് ദ പാർട്ട് ഓഫ് ത്രോട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് നോക്കാം. അടുത്തതാണ് ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് യാതൊരു സാധ്യതയില്ല. ചിലത് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ നമുക്ക് തോന്നും. ബാക്കിയെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നാണ് ഫ്ലോ മീറ്റർ. ഈ ഫ്ലോ മീറ്റർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? ബെഡിനോട് ചേർന്ന് ആ മിക്കവാറും സിലിണ്ടറുകളോട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ മിക്കപ്പോഴും ഇനി ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ നോക്കുക കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, എന്താണ് ഫ്ലോ മീറ്ററിന്റെ പർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് കൺട്രോൾസ് ആൻഡ് ഗേജസ് ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ്. അതായത് നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡ്സ്, ഗ്യാസസ്, അതിന്റെ ഫ്ലോ ഉണ്ടല്ലോ, അതിന്റെ ഒഴുക്ക്, അത് മെഷർ ചെയ്യാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ ഇതിന്റെ ഫ്ലോ ആണ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സ് ഓർ ഗ്യാസസ് അല്ലെ? മെഡിക്കൽ ഗ്യാസിന്റെ നമ്മൾ പഠിച്ചതല്ലേ ഈ പറയുന്ന ഗ്യാസ്, ഫ്ലൂയിഡ്സ്, അതിന്റെയൊക്കെ ഫ്ലോ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇൻ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻ, it is the flow meter that the gas by speed of flow based on the viscosity and density. നമുക്ക് തുടക്കം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മൾ പറഞ്ഞ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ചിലതൊക്കെ സിംഗിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും, മറ്റു ചിലത് മറ്റുള്ള മെഡിക്കൽ ഉപകരണങ്ങളോട് കൺജോയിന്റ് ആയിട്ട് അല്ലെ, അതിനോട് അറ്റാച്ച് ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കും അല്ലെ? അങ്ങനെ അതിന്റെ ഒരു ഭാഗമാണ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ അനസ്തെറ്റിക് മെഷീൻ ഉണ്ട് കേട്ടോ, വോയിസ് മെഷീൻ എന്നൊക്കെ നമ്മൾ പറയും. ഈ അനസ്തെറ്റിക് മെഷീനിൽ ഒരു കമ്പോണന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫ്ലോ മീറ്റർ അനസ്തെറ്റിക് മെഷീനിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ മെഡിക്കൽ ഗ്യാസിന്റെ ഒക്കെ സിലിണ്ടറുകൾ അതിലേക്ക് ഫ്ലോ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്ത് വിടാനായിട്ട് ഫ്ലോ മീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് അനസ്തെറ്റിക് ഗ്യാസ് മെഷീന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് വിസ്കോസിറ്റി ആണ്, മറ്റൊന്ന് ഡെൻസിറ്റി ആണ് കേട്ടോ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോയിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ, വിസ്കോസിറ്റി. അതുപോലെ ഡെൻസിറ്റി, ഈ രണ്ട് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡിന്റെയും ഗ്യാസിന്റെയും ഫ്ലോ കൺട്രോൾ ചെയ്യാനും മെഷർ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് മറ്റുള്ള ഒരു കമ്പോണന്റ് മാത്രമാണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് അല്ല, അത് ഈ പറയുന്ന അനസ്തെറ്റിക് മെഷീനോടൊപ്പം ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആയിട്ട് ആണ് ഫ്ലോ മീറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് കേട്ടോ, അടുത്തതാണ് സിറിഞ്ച് പമ്പ് കേട്ടോ. എന്താണ് സിറിഞ്ച് പമ്പ്? ഈ ഒരു സിറിഞ്ച് പമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും അഡ്മിറ്റ് ഒക്കെ ആയിട്ട് കിടക്കുന്ന സമയത്ത് സിറിഞ്ച് പമ്പ് കണ്ടിട്ടുണ്ട്. ചിലവരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കൂടുതലും നമ്മള് മറ്റേ ഐ വി ആയിട്ട് ഇങ്ങനെ മുകളിൽ തൂക്കി ഇട്ടിട്ടാണ് അങ്ങനെയാണ് കൊടുക്കുക. അല്ലാത്ത രീതിയിൽ നമുക്ക് കൊടുക്കാം. അതാണ് എന്ത് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഒരു സിറിഞ്ച് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഓക്കെ, അപ്പൊ സിറിഞ്ച് ഡ്രൈവർ ഓർ സിറിഞ്ച് പമ്പ് is a little infusion pump. ഒരു ചെറിയ ഇൻഫ്യൂഷൻ പമ്പാണ്. ഇൻഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇൻജെക്ട് ചെയ്യാന്നുള്ള അർത്ഥമാണ് അല്ലെ? ഇൻഫ്യൂസ് ചെയ്യാൻ മീൻസ് ഇൻജെക്ട് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് മറ്റു പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. സിറിഞ്ച് ഡ്രൈവർ അല്ലെങ്കിൽ സിറിഞ്ച് പമ്പ്, ഇറ്റ് ഇസ് എ ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പാണ്.
Some consist of infuser and its draw capability. ചിലതിന് ഇൻഫ്യൂസ് ചെയ്യാനും പറ്റും, തിരിച്ച് ഡ്രോ ചെയ്തെടുക്കാനും പറ്റുന്ന അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് സിറിഞ്ച് പമ്പിനകത്ത്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അഡ്മിനിസ്റ്റർ ഗ്രാജുവലി സ്മോൾ amounts of fluid, അണ്ടർലൈൻ ചെയ്യാട്ടോ, with or without medication to a patient or for the use in chemical and biomedical research. ഈ സിറിഞ്ച് പമ്പ് നോട്ട് ചെയ്ത് വെക്കണം. ഏകദേശം ഇതേപോലത്തെ വേറൊരു എക്യുപ്മെന്റ് കൂടെ നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അത് പഠിക്കുമ്പോൾ അത് വലിയ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്യൂഷൻ പമ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിരക്കില് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് അത് ഗ്രാജുവലി സ്മോൾ എമൗണ്ട് ഓഫ് കൃത്യമായിട്ടുള്ള ഒരു നിരക്കില് നമുക്ക് ഇത് പറയുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഫ്ലൂയിഡ്സുകളോ അതൊക്കെ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് സിറിഞ്ച് പമ്പ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാം. ടൈം സെറ്റ് ചെയ്ത് ഇതിനകത്ത് മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ, മറ്റേതെങ്കിലും ഫ്ലൂയിഡ് ആണെങ്കിൽ അങ്ങനെ അത് നിറച്ചിട്ട് ഇത് നമുക്ക് ടൈമിന് സെറ്റ് ചെയ്ത് വെക്കും. ഇത്ര സമയം കൊണ്ട് അത് ടൈമും സ്പീഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഗ്രാജുവൽ എമൗണ്ടിൽ കൃത്യമായിട്ടുള്ള നിരക്കില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മരുന്ന് രോഗിയുടെ ഉള്ളിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്ത് വിടാനായിട്ട് പറ്റും. നമ്മൾ മറ്റേ റാക്ടസ് ട്രിഗേഴ്സ് പോലെയുള്ള നമ്മളിങ്ങനെ തൂക്കിയിടുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കും. ചിലപ്പോൾ അതിന്റെ ഫ്ലോ എന്തായിരിക്കും, ചിലപ്പോൾ സ്പീഡിൽ ഭയങ്കര സ്പീഡിൽ ഡ്രോപ്പ് വരും, ചിലപ്പോൾ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇത് ഡിജിറ്റൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ടൈം സെറ്റ് ചെയ്ത് വെക്കുക, സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു കൃത്യമായിട്ടുള്ള നിരക്കില് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇൻജെക്ട് ചെയ്ത് നമുക്ക് ഇൻഫ്യൂസ് ചെയ്ത് വിടാനും പറ്റും. ആ പർട്ടിക്കുലർ ടൈം ലിമിറ്റ് ആവുമ്പോൾ ഒരു ബീപ്പിംഗ് സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് അഡ്മിനിസ്റ്റർ ഗ്രാജുവലി സ്മോൾ ഫ്ലൂയിഡ് കൃത്യമായിട്ടുള്ള നിരക്കില് നമുക്ക് ഫ്ലൂയിഡ്സുകള് അല്ലെങ്കിൽ പറയാ ചിലപ്പോൾ മെഡിസിൻസ് ആയിരിക്കാം, അതിന്റെ ഫ്ലൂയിഡ്സ് ആയിരിക്കാം, അത് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ഇൻഫ്യൂഷൻ പമ്പാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഇത് കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കെമിക്കൽ ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, ബയോമെഡിക്കൽ റിസർച്ച് ലാബുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് എന്താണ്? The stethoscope is an auditory medical device for auscultation. Auscultation underline ചെയ്യുക കേട്ടോ. Auscultation എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്നർ ബോഡി സൗണ്ട്സുകളൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കേൾക്കാൻ സഹായിക്കുന്ന ആ ഒരു സംവിധാനം, അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഓസ്കൾട്ടേഷൻ എന്ന് പറയുന്നത്. ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മെഡിക്കൽ ടെക്നിക്കാണ് കേട്ടോ. ഓസ്കൾട്ടേഷൻ പുതിയ വാക്കാണ്, പുതിയ വാക്കല്ല, നമുക്ക് അതിന് ഫെമിലിയർ അല്ലാത്തൊരു വാക്കാണ്. ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ ടെക്നിക്കാണ്. നമ്മുടെ ഇന്നർ ബോഡി സൗണ്ടുകളൊക്കെ കേൾക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ ടെക്നിക്കാണ് ഓസ്കൾട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓർ ലിസണിംഗ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് എൻ അനിമൽ ഓർ ഹ്യൂമൻ ബോഡിയിൽ, അനിമൽ ബോഡിയിലെ ഇന്നർ സൗണ്ട്, ഹാർട്ടിന്റെ, ലങ്സിന്റെ ആ ഒരു സൗണ്ട് മറ്റുമൊക്കെ കേൾക്കാനായിട്ടാണ് നമ്മൾ ഈ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. It will have a small disc shaped resonator. കണ്ടല്ലോ, ഇതൊരു ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസൊനേറ്റർ ഉണ്ടായിരിക്കും. That is put against the chest. നമ്മുടെ ചെസ്റ്റിൽ വെക്കുന്നു. And the two tubes, കണ്ടല്ലോ, two tubes that is connected to the ears. ചെവിയിൽ വെക്കുന്നു. കറക്റ്റ് സൗണ്ട് അവിടെ കേൾക്കാനായിട്ട്, ഇതിൽ അബ്നോർമൽ സൗണ്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. It is often used to hear the sounds of the lungs and heart. കേട്ടോ, ലങ്സ്, ഹാർട്ട്, അതിന്റെയൊക്കെ സൗണ്ടുകൾ കേൾക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നേരിട്ട് ഇങ്ങനെ ചോദിക്കാം, ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ഫോർ ഓസ്കൾട്ടേഷൻ, അത് നിങ്ങളോട് ചോദിക്കാം. മെഡിക്കൽ എക്യുപ്മെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഹിയർ ദ സൗണ്ട്സ് ഓഫ് ലങ്സ് ആൻഡ് ഹാർട്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? സ്റ്റെതസ്കോപ്പ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്രാഷ് കാർട്ട്. നമ്മൾ നേരത്തെ ട്രോളി പഠിച്ചു അല്ലെ? ട്രോളിയുടെ ഒരു 4 ടൈപ്പ് ട്രോളി പറഞ്ഞു പോകുന്നതിൽ ഒരെണ്ണായിട്ട് നമ്മൾ പറഞ്ഞത് ക്രാഷ് കാർട്ടിനെ പറ്റിയിട്ടാണ്. ഒരു ട്രോളിയാണ് കേട്ടോ ക്രാഷ് കാർട്ട്. ഓക്കെ, അപ്പോ ഈ പിക്ചർ ശ്രദ്ധിക്കുക. എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ബൈ അതർ നെയിംസ് ലൈക്ക് കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട്, ക്രാഷ് കാർട്ട് ഓർ കോഡ് കാർട്ട് എന്ന് പറയുന്നത്. ശരിക്കും COD കോഡ് കാർട്ടാണ് കറക്റ്റ് കേട്ടോ. CORD കോഡ് എന്ന് പറയുന്നത്, ആ കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ വയർ ട്യൂബിനൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് അതല്ല കേട്ടോ. കോഡ് കാർട്ട് ശരിക്കും സ്പെല്ലിംഗ് ആണ് CODE
ആ കോഡാണ് കേട്ടോ. അപ്പൊ ഇതിന് ആ പേരുകളൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ്? മാത്സ് കാർഡ്, കോഡ് കാർഡ്, ക്രാഷ് കാർഡ്, ഇങ്ങനെയുള്ള പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് ക്രാഷ് കാർഡ് അല്ലെങ്കിൽ കോഡ് കാർഡ്. CODE കോഡാണ് കേട്ടോ. കോഡ് കാർഡ് അഥവാ മാത്സ് കാർഡ് എന്നതിനെ പറയുന്നത് കേട്ടോ. ഇതെന്താണ്? It is a set of trays or drawers or shelves on wheels used in hospitals for the transportation and dispensing of emergency medication or equipment at the site of medical or surgical emergency for the life support protocols to potentially save the someone's life. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ക്രാഷ് കാർഡാണ്, ക്രാഷ് ആണ് അല്ലെ. അതായത് എമർജൻസി സിറ്റുവേഷനില് അല്ലെ, എമർജൻസി വരുന്ന സിറ്റുവേഷനില് പ്രത്യേകിച്ച് ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ഒക്കെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന എന്താണ് എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ക്യാരി ചെയ്യുന്ന ഒരു എന്താണ് എക്യുപ്മെന്റ് ആണ് കേട്ടോ ക്രാഷ് കാർഡ്. അതിന് ഡ്രോയറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രേകളുണ്ട്, ഡ്രോയറുകളുണ്ട്, ഷെൽഫുകളുണ്ട്. അപ്പൊ ഇതിവിടെ ഉപയോഗിക്കുന്നത് എമർജൻസി ട്രാൻസ്പോർട്ടേഷൻ ഫോർ ദ ഡിസ്പെൻസിംഗ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ ഓഫ് എക്യുപ്മെന്റ് അത് സൈറ്റിൽ എന്ന് വെച്ചാൽ എമർജൻസി മെഡിക്കൽ, സർജിക്കൽ എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് ആ സൈറ്റിലോട്ട് സാധനങ്ങൾ എത്തിക്കാനായിട്ട്, എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താണ് ട്രോളിയാണ് ക്രാഷ് കാർഡ് എന്ന് പറയുന്നത് കേട്ടോ. ACLS, ALS ഫുൾ ഫോം നിങ്ങൾ പഠിച്ചതാണ്. ACLS എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് എന്നാണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി പഠിച്ചതാണ്. ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ALS എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നാണ് കേട്ടോ. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് കാർഡിയക് അറസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസിനൊക്കെ എമർജൻസി ആണ്. അവർക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റും മറ്റും കൊടുക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വഹിക്കുന്ന ഒരു ട്രോളിയാണ് ക്രാഷ് കാർഡ് അഥവാ മാത്സ് കാർഡ്, കോഡ് കാർഡ് എന്നതിനെ പറയും. ഓക്കെ, അടുത്തത് നെബുലൈസർ. മിക്ക ആൾക്കാർക്ക് മിക്കവരുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് അല്ലെ നെബുലൈസർ എന്ന് പറയുന്നത്. നെബുലൈസർ എന്താണ്? ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ്. അതെല്ലാം ചെയ്യാട്ടോ. ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ്. മരുന്ന് ഡെലിവറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. യൂസ്ഡ് ടു ഗിവ് മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് ഇൻഹേൽഡ് ഇൻടു ദ ലങ്സ്. അതായത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് മിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗേഷ്യസ് ഫോമില് കേട്ടോ, ഒരു ഗേഷ്യസ് ഫോമില് മരുന്നുകളെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, nebulizers are mainly used in the treatment of cystic fibrosis, asthma, COPD and other respiratory diseases or disorders. പ്രധാനമായിട്ടും ഈ പറയുന്ന റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക അല്ലെ. സിസ്റ്റിക് ഫൈബ്രോസിസ്, സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ജെനറ്റിക് ഡിസോർഡർ ആണ്. അതായത് റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ്, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു ജെനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ ചെസ്റ്റ് ഇൻഫെക്ഷൻ, ആസ്മ, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ആസ്മ ശ്വാസം മുട്ടലാണ്. COPD നമുക്കറിയാം, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെ. ഈ പറയുന്ന ശ്വാസകോശം ചുരുങ്ങി ശ്വാസനാളങ്ങളൊക്കെ ചുരുങ്ങി പോയിട്ട് അവിടെ കഫം കെട്ടി നിന്ന് നമുക്കൊരു ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലെ COPD എന്ന് പറയുന്നത്. അതുപോലെ മറ്റു പല ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ചികിത്സിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നെബുലൈസ് ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഓർക്കേണ്ടത് ഇറ്റ്സ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. മരുന്ന് ഡെലിവറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അടുത്തതാണ് സ്റ്റീം ഇൻഹേലർ. അപ്പൊ ഒരു സ്റ്റീം ഇൻഹേലർ എന്ന് പറയുമ്പോൾ വെറുതെ സ്റ്റീം എടുക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായോ? നെബുലൈസറും സ്റ്റീം ഇൻഹേലറും ആർക്കും ഒരു നെബുലൈസർ ഒരു ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ്, ശരിക്കും മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്നതാണ്. സ്റ്റീം ഇൻഹേലർ എന്ന് പറയുമ്പോൾ മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാനൊന്നുമല്ല, കോമൺ സാധാരണ രീതിയിൽ സ്റ്റീം എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് സ്റ്റീം ഇൻഹേലർ. ഓക്കെ, വീടുകളിലൊക്കെ ഉണ്ടാവും. The most common and major benefit of the natural steam inhalation therapy is its marvelous way of treating the respiratory problems or complications generated with the warm and moist air while inhaling with this process of steam inhalation. നമുക്കറിയാം, നമുക്ക് കാലാവസ്ഥയിൽ ചൂടുള്ളതോ അല്ലെങ്കിൽ ഈർപ്പമുള്ളതോ ആയ അങ്ങനെയുള്ള എയർ മൂലം ഉണ്ടാകുന്ന ഇപ്പൊ കോമൺ കോൾഡ് പോലെയൊക്കെയുള്ള അത്തരം അസുഖങ്ങൾക്കും മറ്റുമൊക്കെ നമ്മൾക്ക് സ്റ്റീം എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ.
ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് സ്റ്റീം ഇൻഹേലർ. ഇൻഹേലേഷൻ തെറാപ്പിക്ക് ഉപയോഗിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്നല്ല ചെയ്യുന്നത്, ജസ്റ്റ് സ്റ്റീം എടുക്കുക കേട്ടോ. അത് ഇൻഹേലേഷൻ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്റ്റീം ഇൻഹേലർ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ ഒരു ജെനറ്റിക് ഡിസോർഡർ ആണ് കേട്ടോ. ഒരു ജനിതക രോഗമാണ്. അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ ശ്വാസനാളം, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ എല്ലാം അഫക്ട് ചെയ്യുന്ന ഒരു ജനിതക രോഗമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. അത് വന്നു കഴിഞ്ഞാല് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ ആസ്മ പോലെ ശ്വാസത്തിൽ അനുഭവപ്പെടും, ബ്രീത്ത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ചെസ്റ്റ് ഇൻഫെക്ഷൻസ് റെഗുലർ ആയിട്ട് വരിക, ചിലത് നമ്മൾ പാരമ്പര്യമായിട്ടൊക്കെ വരുന്നൊരു സംഭവമാണ് കേട്ടോ. അത് ജനിതക രോഗമാണ്, അത് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് 18ാമത്തെ എക്കോ. എക്കോ എന്ന പേര് കേൾക്കുമ്പോ തന്നെ, എക്കോ എന്ന് കേൾക്കുമ്പോ നമുക്കറിയാം സൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പൊതുവെ എക്കോ പറയാ അല്ലെ. എക്കോ എന്ന് പറഞ്ഞപ്പോ എന്താണ്, അതായത് നമ്മുടെ അൾട്രാ സൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഇമേജ് എടുക്കുന്നത് ആ ഒരു എന്താണ് എക്യുപ്മെന്റ് ആണ് എക്കോ എന്ന് പറയുന്നത് കേട്ടോ. The test is also known in the name of echocardiography. എക്കോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഇതാണ്, എന്താണ് പേരെന്താണ്, എക്കോകാർഡിയോഗ്രഫി ആണ് കേട്ടോ. അപ്പൊ എക്കോ എന്ന് കേൾക്കുന്ന സൗണ്ടുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാ സൗണ്ട് വേവ്സ് ആണ്. അൾട്രാ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഹൃദയത്തിന്റെ ഇമേജസ് ഡിസൈൻ ചെയ്തെടുക്കുന്ന ആ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ എക്കോ ടെസ്റ്റ് അഥവാ എക്കോകാർഡിയോഗ്രഫിയിലൂടെ പറയുന്നത് കേട്ടോ. നോക്കുക, the test is also known in the name of echocardiography or diagnostic cardiac ultrasound. രണ്ട് പേര് നിങ്ങൾ നോട്ട് ചെയ്തു കേട്ടോ. എക്കോ എന്ന് കേൾക്കുമ്പോൾ പരിചിതമാണ് എക്കോകാർഡിയോഗ്രഫി. മറ്റൊരു പേരെന്താണ്, ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എക്കോ ആണെന്ന് മനസ്സിലാവും കേട്ടോ. ഡയഗ്നോസ്റ്റിക് കാർഡിയാക് എന്താണ് അൾട്രാസൗണ്ട് കേട്ടോ. An echo uses sound waves to design the pictures of your heart chambers, valves, and blood vessels attached to your skin. A probe called a transducer is passed over your chest. അപ്പൊ എക്കോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഈ പറയുന്ന അറകള്, വാൽവുകള്, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ഭിത്തികള്, പിന്നെ നമ്മുടെ ഹാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്ലഡ് വെസലുകൾ, അയോർട്ട അല്ലെ, ആർട്ടറി, വെയിൻ, ധമനി, സിര, അങ്ങനെയൊക്കെയുള്ള അയോർട്ട പോലെയുള്ള അത്തരം ബ്ലഡ് വെസൽസുകളിലേക്ക് ഇമേജുകളെ ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ടെസ്റ്റ് ആണ്. ഈ ഒരു ഡോക്ടർ കയ്യിൽ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും, ഇതൊരു പ്രോബാണ്, ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. അതിങ്ങനെ ചെസ്റ്റില് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടാണ് അൾട്രാസൗണ്ട് വേവ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്ക്രീനിൽ ഡോക്ടർക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോട് കൃത്യമായിട്ട് നമുക്ക് ആ ഹൃദയത്തിന്റെ അറകളും വാൽവുകളും അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ബ്ലഡ് വെസൽസിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? നമ്മള് 18 എക്യുപ്മെന്റ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കുറച്ച് പഠിക്കാം. 43 നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അൺമ്യൂട്ട് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ചാപ്റ്ററിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ.